ഹായ് ഫ്രണ്ട്സ്, പച്ചരി മിക്സിയിൽ അരച്ചെടുക്കാതെ നല്ല വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് നല്ല ടിഷ്യൂ പേപ്പർ പോലെയുള്ള പാലപ്പം എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ടിഷ്യൂ പേപ്പർ പോലെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമ്മളിന്ന് റെഡിയാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കറിപ്പാത്രത്തിലുള്ള നാളികേരും അത്രയും തന്നെ ചോറും എടുത്തിട്ടുണ്ട്. നാളികേരും ചോറും കൂടി മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളികേരത്തിൻ്റെയും ചോറിൻ്റെയും അളവ് കുറച്ച് കൂടിയും കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലോട്ട് 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഏലക്കായ ഉണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ട്, അത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മൾ നാളികേരം പൊളിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ചോറും നാളികേരവും ഉപ്പും പഞ്ചസാരയുടെയും കൂട്ട് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ല വറുത്ത അരിപ്പൊടി 2 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഏലക്കായ കുറച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചതാണ്, അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളം എടുത്തിരിക്കുന്നത്, അത് കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ കട്ട കെട്ടാതെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല ഇഡ്ഡലി മാവിൻ്റെ രൂപത്തിലാണ് ആയിരിക്കുന്നത്. നമുക്ക് ഒരു പാലൊക്കെ നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഉള്ള ആ ഒരു അളവിൽ, ആ ഒരു കട്ടി, ആ ഒരു അളവിലാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചോറിന് പകരം വെള്ള അവലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കറിപ്പാത്രം അവൽ തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കൈയളവാണ്, അപ്പോൾ ഞാനിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഏകദേശം ഒരു അളവ് കിട്ടുമ്പോൾ നിർത്താണ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ പിറ്റേ ദിവസമാണ് വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നല്ല ചൂട് വെള്ളത്തിലോട്ട് ഈ പാത്രം ഇറക്കി വെച്ച് മൂടി വെച്ച് കൊടുത്താൽ മതി. നല്ല ചൂട് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്കൊരു തവി ഉപയോഗിച്ച് ഈ മാവ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ടിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളികേരവും ചോറും ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പകരം അവൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ വെള്ളയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുകയാണ് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു തവി മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ലോ ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് 2 കൈ ഉപയോഗിച്ച് ഇറ്റിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ടിഷ്യൂ പേപ്പർ കനത്തിലുള്ള നമ്മുടെ വെള്ളയപ്പം നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ. നാളികേരത്തിൻ്റെ വെള്ളം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മരത്തവിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വെന്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതെടുത്ത് പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ജസ്റ്റ് പൂ മോഡലാക്കിയതാണ്. നമ്മളൊരു കൈ കൊണ്ടാണ് ആ ചിറ്റിച്ചെടുത്തതുകൊണ്ട് അതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള വെള്ളയപ്പവും കൂടി ഇതുപോലെ തന്നെ ചുറ്റിച്ച് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം വെള്ളയപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള വെള്ളയപ്പം മിക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റു വീണ്ടും വരാം. ഈ രീതിയിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വട്ടയപ്പവും കൂടി തയ്യാറാക്കിയെടുക്കാം. വട്ടയപ്പത്തിന് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈസ്റ്റിന് പകരം നമുക്ക് കയ്യിൽ കള്ളുണ്ടെങ്കിൽ കള്ള് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് കള്ളൊക്കെ ഒഴിച്ച് കൊടുത്താലും മതി. ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. ഓക്കെ, ബൈ.